SSLCക്കും +2നും A+ കിട്ടാത്തവരാണോ നിങ്ങൾ? അതിനെ തുടർന്ന് നിങ്ങളുടെ മനസ്സ് വളരെയധികം നിരാശയിലാണോ? ഇനി പഠിക്കണ്ട എന്നാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ചില മോട്ടിവേഷനും ഇൻസ്പിറേഷനും തരികയാണ് കേട്ടോ. പ്രശസ്തനായ ബിൽ ഗേറ്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഒരു കാലത്ത് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ക്ലാസ്സിൽ അവൻ ഒന്നാമതായിരുന്നു, 1-ാം റാങ്ക് നേടിയവനായിരുന്നു. പക്ഷെ ഇന്ന് ഞാനവൻ്റെ ബോസും അവൻ എൻ്റെ കീഴ് ജീവനക്കാരനുമാണ്. ഞാൻ എൻ്റെ പരിശ്രമത്തിലൂടെ എല്ലാം നേടിയെടുത്തു എന്നാണ് ബിൽ ഗേറ്റ് പറയുന്നത്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് SSLCക്കോ +2നോ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടി, A+ കിട്ടി. പക്ഷെ അതിലല്ല കാര്യം. ഇനിയുള്ള നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങൾ പ്രകടമാക്കേണ്ടത്. ഒരുപക്ഷെ SSLCക്കും +2നും തീരെ മാർക്കായ കുട്ടികളായിരിക്കാം പിന്നീട് ഉന്നത പദവി അലങ്കരിക്കുന്നത്. എങ്ങനെയാണത്? അവരുടെ കഴിവുകൾ കൊണ്ടാണ്. അതുകൊണ്ട് SSLCക്കും +2നും A+ കിട്ടിയില്ല, ഞാൻ എൻ്റെ പഠനം ഇനി ഉപേക്ഷിക്കുകയാണ്, ഇനി പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഉപേക്ഷിച്ച് കളയുക. ഇനിയും നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് പാതകൾ മുമ്പിലുണ്ട്. ഒരുപാട് വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ചോയ്സുകൾ, സെലക്ഷൻസ് എല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നല്ല നല്ല കോഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു A+ലല്ല കാര്യം. എന്നിൽ നല്ല കഴിവുണ്ട് അല്ലേ? എന്നിൽ നല്ല ക്രിയേറ്റീവ് പവർ ഉണ്ട്. അതുപോലെ നല്ല എനർജറ്റിക്കാണ് ഞാൻ. എനിക്ക് പഠിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള കഴിവുകളും യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഡെവലപ്പാക്കി എടുക്കും. ഇനിയും ഞാൻ മാർക്കുകൾ സ്കോർ ചെയ്യും. ഇനിയും നല്ല നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്ത് ഞാൻ പഠിക്കും. സമൂഹത്തിന് തന്നെ ഞാനൊരു മാതൃകയായി മാറും എന്ന് നിങ്ങൾ വിചാരിക്കുക.